എല്ലാവർക്കും ബിഗ് ബി ഫോളോവറിലേക്ക് സ്വാഗതം. ഭയങ്കര വൃത്തികെട്ട ഒരു ആക്ട് നെവിന്റെ ഭാഗത്ത് നിന്നും അനുമോളോട് ഉണ്ടായിരിക്കുകയാണ്. അത് ഏത് രീതിയിലാണ് മെയിൻ എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് അറിയില്ല, കാരണം ഞാൻ ലൈവ് കണ്ടിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഭയങ്കര വൃത്തികേട്. കാരണം നെവിൻ ഓൾറെഡി ടാസ്കിൽ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള വൃത്തികേടുകളും രീതിയിലും ഒക്കെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ, അത് ടാസ്ക് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ അതിനുശേഷം ടാസ്ക് കഴിഞ്ഞ് വന്ന് കിടക്കുന്നു. അപ്പൊ അനുവിന് പീരീഡ്സ് ആയി, അനുവിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അനു വന്ന് കിടക്കുന്ന സമയത്ത് എല്ലാവരും കിടക്കുന്നുണ്ട്. അതായത് അനുമോള് മാത്രമല്ല, ഷാനവാസ്, സാബുമാന്, ആദില, നൂറ, അക്ബർ ഇവരെല്ലാവരും വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പം ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ആര്യൻ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എണ്ണിക്കാൻ എല്ലാവരും എണ്ണിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരും അങ്ങനെ, ചിലരൊക്കെ ഉറങ്ങുന്നുണ്ട്, ചിലർ അനുമോൾ ഉറങ്ങുന്നൊന്നുമില്ല. നെവിൻ വരുന്നുണ്ട്. നെവിൻ അനുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ, അനുമോൾ എന്തെങ്കിലും ആക്കുന്നുണ്ടോ എന്നാണല്ലോ ഈ ക്യാപ്റ്റൻ പവർ വെച്ചിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം നെവിൻ വരുന്നുണ്ട്. നെവിൻ വന്ന് അനുമോളോട് പറയുന്നുണ്ട്, ഇണ്ണിക്ക് അനുമോൾ ഉറങ്ങുന്നില്ല, പക്ഷെ നീ കട്ടിലേന്ന് ഇണ്ണിക്കെന്ന് പറയുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, നീ എന്തൊരു ക്യാപ്റ്റനാ, ഞാൻ ഇവിടെ കിടക്കുന്നത് നിനക്ക് എന്താണെന്ന് പറഞ്ഞാൽ അനുമോൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നെവിന് പറ്റില്ലല്ലോ. നെവിൻ ഭയങ്കരമായിട്ട് അനുമോളോട് ആർഗ്യൂ ചെയ്യുന്നു, അനുമോളും തിരിച്ച് ആർഗ്യൂ ചെയ്യുന്നു. അപ്പോൾ ഉടനെ ആര്യൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്നു. നെവിൻ എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ നിന്ന് അനുമോളോട് പറയുന്നു, ഞാൻ വെള്ളം ഒഴിക്കുന്നു, ഇണ്ണിക്കെന്ന് പറയുന്നു. അപ്പം എനിക്ക് മനസ്സിലാത്ത അനുമോൾ ഉറങ്ങുന്നില്ല. പക്ഷെ നെവിൻ പറയാണ്, നീ കട്ടിലേ നീ കിടക്കണ്ട. അപ്പൊ അനു പറയുന്നുണ്ട്, ഞാൻ കിടന്ന നിനക്കെന്താ, നീ എന്തിനാ ഇവിടെ ആക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്, പോന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നെവിൻ അനുമോളുടെ ദേഹത്തോട്ട് വെള്ളം ഒഴിക്കുന്നു, കപ്പിൽ നിന്ന് വെള്ളം കുറേച്ച് ഒഴിക്കുന്നു. രണ്ടാമത് അനുമോൾ അപ്പൊ എണ്ണിക്കുന്നു. പെട്ടെന്ന് അനുമോൾ ചാടി, അതിന് റിയാക്ഷൻ ആയിട്ട് അനുമോൾ ചാടി എണ്ണിട്ടിട്ട് കട്ടിലിന്റെ മണ്ടയ്ക്കോട്ട് നിന്നിട്ട് നെവിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് പിടിക്കാൻ നോക്കുന്നു. നെവിൻ ഗ്ലാസ്സിൽ നിന്ന് വീണ്ടും അനുമോളുടെ ദേഹത്തോട്ട് വെള്ളം വീഴുന്നു. അനുമോൾ താഴെ ചാടി ഇറങ്ങുന്നു. നെവിന്റെ കൈ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോൾ വന്ന് അനുമോളുടെ കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്ത്, നീ എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു പറഞ്ഞാൽ അനുമോൾ കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്ത് നെവിന്റെ ദേഹത്ത് ഒഴിക്കുന്നു. 2 വട്ടം നെവിന്റെ ദേഹത്ത് ഒഴിക്കുന്നുണ്ട്. ഇതിന്റെ വാശിക്ക് അതുവരെ അവർ ഓക്കെ, അതുവരെ ഉള്ളത് അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭവമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ അതിന്റെ ദേഷ്യത്തിൽ നെവിൻ കിച്ചണിൽ പോയി ചായപാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് അനുമോളുടെ കട്ടിലയിൽ ഒഴിക്കുന്നു. ഇത്തിരി വെള്ളമൊന്നും അല്ല, നല്ലേറെ വെള്ളം എടുത്ത് അനുമോളുടെ കട്ടിൽ ഫുള്ള് നനയ്ക്കുന്നു. ഒരു പോർഷൻ ഫുള്ളായിട്ട് നനഞ്ഞു. ഭയങ്കര വൃത്തികെട്ട രീതി എന്ന് പറഞ്ഞാൽ ഇതിനെ വൈറ്റ് വാഷ് അടിച്ച് വീഡിയോസ് ഒക്കെ വരും, റിവ്യൂസ് ഒക്കെ വരും. പക്ഷേ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അനുമോളുടെ ദേഹത്ത് ഉറങ്ങുന്ന ഒരാളല്ല, ഉറങ്ങുന്ന ഒരാളുടെ ദേഹത്ത് വെള്ളം ഒഴിച്ച് എണീപ്പിക്കാൻ നോക്കിയാൽ ഓക്കെ, അക്സെപ്റ്റബിൾ ആണ് ആസ് എ ക്യാപ്റ്റൻ. പക്ഷെ ഉറങ്ങാത്തൊരു വ്യക്തിയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അവരുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നതെന്നല്ല, ജസ്റ്റ് തുള്ളി തട്ടി തെറിപ്പിച്ചാൽ പോലും, ഇൻ കേസ് ഒന്ന് കുടഞ്ഞാൽ പോലും അതിന്റെ ആവശ്യമില്ല. അത് അവർക്ക് ഇഷ്ടമല്ലാത്തിടത്തോളം കാലം, അനുമോൾക്ക് അത് ഇഷ്ടമല്ലെന്ന് പറയുന്നിടത്തോളം കാലം അത് ചെയ്യേണ്ട ആവശ്യം നെവിനില്ല. ബട്ട് നെവിന് എന്തു ആവാലോ, നെവിനെ ആരും ഒന്നും പറയാനില്ലല്ലോ. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോഴും നെവിനെ ഒന്നും പറയില്ല. നെവിൻ കുറെ കുഞ്ഞു കളിച്ച് കുറെ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ലാലേട്ടൻ സന്തോഷിച്ച് ഇരുത്തും. ലാലേട്ടൻ ഒന്ന് ചിരിച്ച് എന്തുവാ മോനെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇരുത്തും. പക്ഷേ ഇത് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒന്നാമത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ്, അത് ഓരോരുത്തർ കിടക്കുന്ന അവരുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. അവിടേക്ക് ഇടിച്ചു കയറി ചെന്ന് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു രീതി. എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ അക്ബറും ആര്യനും എല്ലാം കൂടെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നു. ന്യായീകരിക്കുന്ന രീതി എന്താണെന്ന് അറിയണ്ടേ? ന്യായീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദിൽ വന്ന് വെള്ളം ഒഴിക്കുമ്പോൾ അനുവിന് കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുന്നു. പക്ഷേ നമുക്ക് അനീഷും ഷാനവാസും അനുമോളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അനീഷ് കോമൺ ആയിട്ട് നിങ്ങൾ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനുമോളിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നെവിനോട് ചെയ്ത് തെറ്റാണെന്ന് അനീഷ് പറയുന്നുണ്ട്. അക്ബറല്ല ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അക്ബറും ആര്യനും അത് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആദിൽ നൂറ് വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് മോശമാണ്. പക്ഷെ ആദിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. കാരണം ആദിലെ ഡബിൾ സ്റ്റാൻഡ് പിടിച്ച് നിൽക്കുമല്ലോ. അനുവിന്റെ വോട്ടും വേണം, ഫ്രണ്ട്ഷിപ്പ് എന്ന് കളിച്ച് അനുവിന്റെ വോട്ടും വേണം, ഇപ്പുറത്തുള്ളവരെ വെറുപ്പിക്കത്തുമില്ല. അപ്പൊ ആ ഒരു രീതിയിലാണല്ലോ ആദിലെയും നൂറേയും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരിൽ അതേ പ്രതീക്ഷിക്കാവും. ആര്യനും അക്ബറും ആണെങ്കിൽ ഫുള്ളായിട്ട് നെവിനെ വെള്ളം പൂശുവാണ്. അതായത് ആദില വെള്ളം തെറിപ്പിച്ചല്ലോ, അപ്പൊ അനുവിന് കുഴപ്പമില്ലല്ലോ. നേരത്തെ ആദില എത്ര വട്ടം വെള്ളം തെറിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തെറിപ്പിച്ചിട്ടേ ഉള്ളൂ. നെവിന്റെ ദേഹത്തും അവൾ കുപ്പിയിൽ ഒഴിച്ചു. അപ്പൊ നെവിൻ ഉടനെ പറയാണ് അനുമോൾ എന്റെ കൈ മാന്തി പറിച്ചു. പക്ഷെ മാന്തി പറിച്ചായിട്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല. നെവിൻ പറയുന്നു നെവിന്റെ കൈ മാന്തി പറിച്ചത്. അത് നെവിൻ ഭയങ്കര കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് കേട്ടോ. നെവിന്റെ കയ്യിലൊന്നും മാന്തിയിട്ടില്ല. ഇൻ കേസ് മാന്തിയാൽ അത് അവളുടെ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ നേരം ഡിഫെൻഡ് ചെയ്തതാണ്. ഇപ്പൊ ഒരാൾ നമ്മളൊരു കാര്യം അങ്ങനെ മാന്തിയിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഞാൻ മാന്തിയതായിട്ട് കണ്ടില്ല കേട്ടോ, ഞാൻ ലൈവ് കണ്ടതാണ്. അതിനകത്ത് ഞാൻ മാന്തുന്നതായിട്ട് ഒന്നും കണ്ടില്ല. കയറി പിടിച്ചിട്ടുണ്ട്. കാരണം ഇവൻ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ കപ്പിന്ന് ആക്കാൻ വേണ്ടി ഇണ്ണിക്ക് ആക്കിയപ്പോൾ കൈ കയറി പിടിച്ചിട്ടാണ് അനുമോൾ ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. നെവിൻ പറയുന്നു കയ്യിൽ മാന്തി, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം. പക്ഷെ ആദ്യം വെള്ളം ഒഴിച്ചത് നെവിനല്ലേ?
എന്നിട്ട് ഇയാൾ ഒരു ഒരു തെറ്റ് ചെയ്താലുണ്ടല്ലോ നെവിൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്നിട്ട് എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ അവിടെ കിടന്ന് ഷോ ഓഫ് കാണിക്കുകയാണ്. അനുമോളും നെവിനും തമ്മിൽ കുറെ ഭയങ്കരമായ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. അനുമോളും കുറെ ഒരുപാട് സംസാരിക്കുന്നു. അനുമോൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി ഒരു സംഭവത്തിൽ. അനുമോൾ എണ്ണിട്ട് നിന്നും ഇരുന്നും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി, ഭയങ്കരമായിട്ട് ഹേർട്ടായി. മേ ബി ആരായാലും ഹേർട്ടാവും. നെവിൻ ആണെങ്കിലും ഭയങ്കരമായിട്ട് വീണ്ടും അനുമോളെ പ്രവോക്ക് ചെയ്യുന്നു. നെവിന്റെ വായിൽ നിന്ന് വരുന്ന മിക്ക വാക്കുകളും ബീപ്പ് ചെയ്താണ് ബിഗ് ബോസിൽ കേൾപ്പിക്കുന്നത്. പക്ഷെ അതൊന്നും ഒരു ഇഷ്യൂ ആവത്തില്ല, അതൊന്നും കുഴപ്പമില്ലല്ലോ. നെവിൻ അല്ലേ, അക്ബറും നെവിനും ആര്യനും ഒക്കെ ആണല്ലോ, അപ്പൊ ഇഷ്യൂ ഇല്ല. പലതും ബീപ്പ് ചെയ്താണ് കേൾപ്പിക്കുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് അപ്പൊ നെവിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബാക്കി ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുന്നു. എന്നിട്ട് നെവിൻ പറയുന്നുണ്ട്, നോക്ക് നിന്റെ സൈഡിൽ ഇവിടെ നിന്റെ കൂട്ടുകാർ പോലും നിൽക്കുന്നില്ല, അപ്പൊ നീയാണ് തെറ്റ്, അങ്ങനെ എങ്ങനെയാണെന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ലാലേട്ടൻ വന്നിട്ട് നിന്നെയാണല്ലോ എപ്പോഴും പറയുന്നത്, അപ്പൊ നീ തെറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അതാണ് അപ്പൊ ഇവരുടെ എല്ലാം മനസ്സിലുണ്ട് എല്ലാ വീക്കെൻഡിലും ലാലേട്ടൻ വന്ന അനുമോളെയാണല്ലോ എണ്ണിപ്പിക്കുന്നത്. അപ്പൊ അനുമോള് തെറ്റാണ്, പുറത്ത് അനുമോള് ഭയങ്കര നെഗറ്റീവ് അടിച്ച് നിൽക്കുകയാണ്, എല്ലാവർക്കും അനുമോളാണ് ചെയ്യുന്ന തെറ്റെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് വെച്ചിട്ടാണ് ഇവരെല്ലാം വീണ്ടും 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 പ്രൊവോക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നു, അപ്പൊ ആദിലെ വെള്ളം കുടഞ്ഞത് കൊണ്ട് നിനക്ക് കുഴപ്പമില്ല, അപ്പം നെവിൻ ചെയ്യുമ്പോഴാണോ എന്നുള്ള രീതിയിൽ അക്ബർ എടുത്തിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ അമ്മ എന്നെ തല്ലുന്നു, പുറത്തുനിന്ന് ഒരാളെന്നെ തല്ലുന്നു. എന്റെ അമ്മ തല്ലുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പുറത്തുനിന്ന് ഒരാൾ തല്ലുന്നതിൽ ഞാൻ പ്രശ്നം കാണിക്കണ്ടേ? പുറത്തുനിന്ന് ഒരാൾ തല്ലുന്നത് എനിക്ക് പ്രശ്നമാവും, കാരണം അത് പുറത്തുനിന്ന് ഒരാൾ, എന്റെ അമ്മ തല്ലുന്ന പോലെ അല്ല, അത് എന്റെ ഫ്രണ്ട്, അത് എന്റെ പ്രൈവറ്റ് സോണിലുള്ള ആളുകളാണ്. ഇപ്പം ആദിലേയും നൂറേയും ചിലപ്പോൾ അനു അത്രമാത്രം റിലേഷൻഷിപ്പ്, അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നെവിനുമായിട്ട് ഇപ്പം അനു നല്ല ഇതിലല്ല. അപ്പൊ നെവിനെ അനു ഇപ്പോൾ ഒരു ശത്രു, അവരൊരു ശത്രുവിന്റെ രീതിയിലാണ് അവർ രണ്ടുകൂടെ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ വന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ എന്റെ കൂട്ടുകാർ ചെയ്തല്ലോ അതുകൊണ്ട് ഇയാൾ ചെയ്തതും ശരിയാണെന്ന് പറയണം. അത് ഇവർക്ക് അതൊരു എവിടുന്നാണ് ഒരു ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഒരു എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഷാനവാസും ആദിലയും തമ്മിലൊരു ഇഷ്യൂ വന്നപ്പോൾ ഷാനവാസ് ആദിലെ അടിച്ചപ്പോൾ ആദില ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നെ അത് കാര്യമാക്കില്ലല്ലോ. അപ്പൊ അന്ന് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്, അതെന്താണ് അങ്ങനെ നിങ്ങൾക്ക് ഒരാളടിക്കുമ്പോൾ പ്രശ്നമില്ല, അത് ഒരാളുടെ പേഴ്സണൽ സ്പേസ് അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അടിക്കുന്നതും എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാൾ അടിക്കുന്നതും തമ്മിൽ രണ്ടല്ലേ. പിന്നെ എന്നെ ഒരാൾ എന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കരുതെന്ന് ഒരാൾ പറയുമ്പോൾ ഒരാൾ ഒഴിക്കുന്നതും ഇഷ്ടപ്പെടാത്ത ഒരാൾ ഒഴിക്കുന്നതും എന്റെ ഫ്രണ്ട് വന്ന് എന്റെ ദേഹത്ത് ഒഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. അത് ഇവർ പിന്നെ ഫേവറിസം കാണിക്കണമല്ലോ എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്തതാണ്. അത് ഇപ്പൊ ഇവരും അതെടുത്തിട്ടാണ് കളിക്കുന്നത്. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇതിന് എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും എടുക്കും. കാരണം ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ഒക്കെയാണ് നശിപ്പിച്ചത്, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയിലാണ് വെള്ളം ഒഴിച്ചത്. അതും ഇതൊരു പേഴ്സണൽ ഹറാസ്മെന്റ് തന്നെയാണ് ഒരാളോട് ചെയ്തത്. അതും ആ കുട്ടി പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു, അതിന്റെ പെയിനിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എന്തിനാണ് ഈ നെവിന്റെ പ്രശ്നം എന്നറിയില്ല. നെവിനങ്ങ് വട്ട് കാണിക്കുകയാണ് അവിടെ കിടന്നത്, ഭയങ്കരമായിട്ട് ഒരു സൈക്കോ എങ്ങനെയാണ് ഒരു വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് അതേ രീതിയിലാണ്. നെവിന്റെ വിചാരം നെവിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്, പ്രേക്ഷകർ നെവിന്റെ ഈ ആക്ടിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അത് ഏഷ്യാനെറ്റ് തന്നെ അങ്ങനെ സംഭവം ഉണ്ടാക്കി കൊടുത്തേക്കാണ് ബിഗ് ബോസ് തന്നെ. പക്ഷേ ഭയങ്കര മോശമായിട്ടുള്ള ആക്ടുകളാണ് നെവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് അനുമോളോട്. അതായത് പേഴ്സണൽ റിവെഞ്ച് വെച്ചിട്ടാണ്. ഒരു ടാസ്ക് വന്നാലും, ടിക്കറ്റ് ഫിനാലെ ടാസ്കിനകത്താണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഫുഡ് കൊടുക്കുമ്പോഴായാലും എല്ലാം നെവിൻ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഒരാളോട് ബിഹേവ് ചെയ്തത്. അത് പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്ത ഒരാളോട് സംസാരിക്കുന്ന ടോക്കിൽ വെറുതെ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പോലും പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുന്നു. എന്തോ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ആളുകളൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇതിന് വലിയ രീതിയിലൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പോഴും ചോദിക്കുന്ന അനുമോൾ എന്തിനാണ് കുപ്പീരെ വെള്ളം എടുത്ത് ഒഴിച്ചതായിരിക്കും അവിടെ ഇഷ്യൂ വരുന്നത്, അല്ലാതെ നെവിന ചെയ്തതൊന്നും പ്രശ്നമാവത്തില്ല. പിന്നെ 3 പേരെയും കൂടെ ഒരു ക്യാപ്റ്റനാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ഇത്രയും നാളായിട്ട് ചെയ്യാത്ത ഒരു 3 ക്യാപ്റ്റൻസി കൊടുത്തേക്കെന്ന് അറിയത്തില്ല. ഓക്കെ, 3 ശത്രുക്കളെ ക്യാപ്റ്റൻസിൽ വിട്ടിരുന്ന കുഴപ്പമില്ല. പക്ഷെ ഈ 3 മിത്രങ്ങളെ ഓൾറെഡി അവരുടെ ഒരു ഗ്യാങ് ആണ് ആ ഹൗസിൽ നടക്കുന്നത്. അവരെ വീണ്ടും ക്യാപ്റ്റനും കൂടെ ആക്കിയിട്ട് 3 പേരും കൂടെ ഒത്തു കളിച്ച് അവിടെ ക്യാപ്റ്റൻ ആയതിന്റെ പവർ വെച്ചിട്ട് 3 പേരും മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായിരിക്കും എന്ന് കണ്ടറിയാം. എന്തായാലും അനുമോളെ തന്നെയായിരിക്കും മോശക്കാരിയാക്കുന്നത്. ബാക്കിയുള്ളവരെ എന്ത് വന്നാലും വൈറ്റ് വാഷ് അടിക്കാനായിരിക്കും പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണണം ഇന്നത്തെ എപ്പിസോഡിലും വീക്കെൻഡിലും എന്തായിരിക്കും നടക്കുന്നത്.